സ്ഥലത്തെ പ്രധാന കള്ളന്മാരാണ് ഇടിവാസുവും കേടിപ്പരമവും. രണ്ടുപേരും ചേർന്ന് അടുത്തൊരു മോഷണത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. എടാ നിന്റെ കയ്യിലുണ്ടല്ലോ, പിന്നെ നിനക്കും കൂടെ നിന്റെ മടിയിലിരിപ്പില്ല. അലമ്പ് കാണിക്കില്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞത് പൊക്കോരോ. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ എന്നെ വലിച്ച് അതിലെ കൂടി കയറി ഇതിലെ കൂടി കയറി എനിക്ക് കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കയറ്റി വിട്ടിട്ട് അവസാനം 35 രൂപയുടെ കണക്കും പറഞ്ഞ എൻ്റെ അടുത്ത് വരില്ലേ കേട്ടോ. 35 രൂപയുടെ കണക്കും എടാ ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത ഒരു സംഭവം ചെയ്തുമ്പോഴല്ലേ നീ കയറി എടുക്കണം. അതിന്റെ പകുതി നിൽക്കാനല്ലേ, ഷെയർ ആണെങ്കിൽ ഷെയർ ആയിരിക്കും. നിങ്ങൾ കഷ്ടപ്പെട്ട് കയറണം. അല്ലാതെ എന്നോട് 35 രൂപയുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ വലിയ ആൾ കളിക്കുന്ന എന്തിനാ? ഇടിക്കും ഞാൻ കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ ഇല്ലെന്ന് പറഞ്ഞില്ല, എന്റെ ഉണ്ട്. ഒരു കാര്യം ചെയ്ത് നീ നിന്റെ വഴി. ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് ഒരു സ്ഥലത്ത് കയറിയിട്ട് ആ 35 രൂപ കൊടുത്തു തരാം. ദൈവത്തിനാണ് എൻ്റെ 5 പൈസ ഇല്ല, അതുകൊണ്ടാ പറഞ്ഞാൽ തരികയല്ല. അതായി എത്ര എന്നെ എത്ര ദിവസം ആകപ്പാടെ 2 ദിവസം. ഈ ഒരാഴ്ച പോയിട്ട് കിട്ടിയത് 2 ദിവസം പോയി ഒരു വീട്ടിൽ കയറി. 2 ദിവസം ശ്രമിച്ചിട്ട് ആ വീട്ടിൽ കയറിയത്. ഇതിൻ്റെ അല്ല ഇന്ന് വൈകുന്നേരം കിട്ടുമ്പോൾ തരുമോ? ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന കറക്റ്റായിട്ട് നടക്കുവാണെങ്കിൽ ഞാൻ അവിടെ ചെന്ന് ഒപ്പിച്ച് കറക്റ്റായിട്ട് തരാമെന്ന്. അങ്ങനെ വേറൊരു കാര്യം ചെയ്യും. എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ ഈ നമ്മൾ ചെയ്യുമ്പോൾ ഒരു മര്യാദയ്ക്ക് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ 35 രൂപ എന്ന് പറഞ്ഞാൽ എത്ര സംഭവത്തിൽ ഉൾക്കൊള്ളിക്കാമെന്നറിയോ? ഒരു കാര്യം ഷെയർ ഒരു കാര്യം, നീ നിൻ്റെ വഴി ഞാൻ എൻ്റെ വഴി, നമുക്ക് മാറി മാറി കേൾക്കാം. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ഞാൻ രാഷ്ട്രീയത്തിൽ ചേരാൻ പോവാം, സുഖമായിട്ട് ജീവിക്കാമല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ മരിച്ചാലും നമ്മൾ നമ്മുടെ വില കളയരുത്. എന്തിനാ ഈ രാഷ്ട്രീയത്തിൽ പോയി നമ്മുടെ വില കളയുന്നത്? അതാദ്യം മനസ്സിലായി. അത് ശരിയാ, ഞാൻ ഈ അന്തസ് പോണ ഒരു പഠിക്കുന്നത്. എന്നാൽ പിന്നെ ഈ പണിക്ക് ഇറങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? എന്താ ഒരുത്ത മണ്ണല്ല. അല്ല ഇന്ന് വീട്ടിൽ കയറണ്ട, ഇന്ന് അവനെ വെച്ചിട്ട് നമുക്ക് മോനെ എടുക്കാം. മിക്കവാറും ഇച്ചിരി പൈസയൊക്കെ ഉള്ളൊരു സെറ്റപ്പാന്ന് തോന്നുന്നു. ഒരു കാര്യം ഏറെ പിടിച്ച് സെറ്റപ്പാ. അതെ, ഞാൻ മുമ്പ് കിടക്കണം, നീ മുമ്പ് കിടക്കണം. അല്ല നീ അല്ല തടിയ, നീ പോകും. തടിയല്ലോ സമയം സമയം നിങ്ങളുടെ വാച്ചുണ്ടല്ലോ, പിന്നെ എന്നോട് സമയം ചോദിക്കണ. അയ്യോ അത് വാച്ചല്ല, അത് ക്ലോക്ക് അല്ല, കേടായിരിക്കും. സമയം കറക്റ്റ് 8:30. 8:30 ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? സമയം ചോദിച്ച ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കില്ല, അതിലെന്ത് ബുദ്ധിമുട്ട്? അതിലൊക്കെ എന്ത് ബുദ്ധിമുട്ട്? ചിലർക്ക് ചില ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് കുഴപ്പമില്ല. കറക്റ്റ് 8:30 അത് രണ്ടങ്ങോട്ടും ഒരു ഒരെണ്ണം കൂടെ 8:30 കറക്റ്റ് 8:30 ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ. എന്നറിയ വാച്ച് കറക്റ്റ് ഇല്ല. അതെ അതെ അതിന്റെ അല്ല നോക്കിയാൽ ചിലപ്പോ എന്തെങ്കിലും ഒരു വ്യത്യാസം. 8:32 കണ്ടോ, അതല്ലേ പറഞ്ഞ മാറുന്നത്. ഒരു 2 മാറില്ലോ. ഈ വാച്ച് ശരിയാക്കേ, 2 എവിടെ കൊണ്ട് വാച്ച് അങ്ങോട്ട് ശരിയാക്കും. ബുദ്ധിമുട്ടൊന്നും വിചാരിക്കില്ല. ഇല്ല ബുദ്ധിമുട്ടൊന്നുമില്ല. ബുദ്ധിമുട്ട് വിചാരിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ശരിയാക്കാനല്ലേ. ബുദ്ധിമുട്ടില്ലാത്ത ഏതാണ്ടൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു മുഖത്ത്. എടോ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. അല്ല എന്തെങ്കിലും ഒരു ബൈ ചാൻസിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ വഴിയുണ്ടോ? ബുദ്ധിമുട്ടില്ലാത്തൊരു ചേട്ടനാണ്. ചോദിച്ചോ മറ്റേ ഈ അടുത്ത ഏരിയ വീട് വല്ലതും ഉണ്ടോ? വീടുകൾ വല്ലതും ഉണ്ടോ ഈ അടുത്ത ഏരിയയിൽ? എടോ ഇത് വിജനമായ സ്ഥലമാണ്. ഇവിടെ ഒരു കുഞ്ഞു പോലുമില്ല, ഒരു വീടും ഇല്ല, ഒന്നുമില്ല. ഇവിടെ വീടില്ല, ഒന്നുമില്ല. പരിസരത്ത് ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്നും നമ്മൾ 3 പേര് മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. വേറെ ഒറ്റ മനുഷ്യന് ഈ പരിസരത്തില്ല. അതെ, ഇപ്പൊ ചേട്ടനെ എന്നൊക്കെ കേൾപ്പിക്കുവാന്നില്ല, എന്നൊക്കെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വരുമോ? ഓടി എടോ എന്തോ ഒച്ച എടുത്താലും ഇവിടെ ഓടി വരാൻ ഒരാളും ഇല്ലെന്ന്. മനുഷ്യരേ ഇല്ല, മനുഷ്യരില്ല ഇവിടെ ഇല്ല. ഈ പോലീസ് സ്റ്റേഷൻ ഈ പരിസരത്ത് ഇവിടെ എവിടെ? പോലീസ് സ്റ്റേഷൻ ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ പോയ പോലീസ് സ്റ്റേഷൻ നേരെ പോയാ 3 കിലോമീറ്റർ വേണം. അത്രേ ഉള്ളൂ. ഇപ്പൊ വിളിച്ചാൽ കേൾക്കാല. നമ്മളിപ്പോ ഇവിടെ എന്ത് നടന്നാലും ഒരു മനുഷ്യനും അറിയത്തില്ല, ഒരു കുഞ്ഞു പോലും അറിയില്ല, ഒരാളും അറിയില്ല. ആരും അറിയില്ല, ഇപ്പൊ ആരും അറിയല്ല. എന്തെങ്കിലുമൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആരും അറിയില്ലെന്നേ. അതാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത. എന്നാ ഉണ്ട് കയ്യിലൊക്കെ? എന്തേലും ഒന്നുമില്ലാന്ന്. ചേട്ടാ ഞാൻ ആരാന്നറിയോ? ഞാനാണ് കേടിപ്പരമു. ആരാന്ന് മനസ്സിലായോ? ഇടിവാസു. അത് ശരി. അപ്പൊ നീയാണ് ഇടിവാസു, നീയാണ് കേടിപ്പരമു അല്ല? നിന്നെയൊക്കെ തപ്പി നടക്കുവായിരുന്നടാ ഞാൻ.
നീയൊക്കെ അല്ലടാ ഇവിടുത്തെ ആളുകളെ കംപ്ലീറ്റ് പോക്കറ്റ് അടിച്ച് മോട്ടിച്ച് നടക്കണം ഞാനാണെന്ന് അറിയാമോടാ? അത് പറയാനല്ലേ പറഞ്ഞ. ഞാനാണ് SI തങ്കപ്പൻ. കേടി പരമു ഇടി വാസു നിന്നൊക്കെയാണല്ലോ. സാറേ സത്യം പറയാലോ, ഇടി വാസു എന്ന് പറഞ്ഞാൽ ഇടി എന്റെ ഇൻഷിലാ. ഇടി ഇൻഷിലാ നിന്റെയോടാ? എന്റെ ഇഞ്ചില കേടി പരമു. അത് ശരി, നിന്റെ ഇൻഷിലാണ് കേടി പരമു, നിന്റെ ഇൻഷിലാണ് ഇടി വാസു അല്ലേ? അല്ലേ? അതെ. മേലാൽ ഈ പരിസരത്തിലാണെന്നെ കണ്ടുപോകരുത്. വിട്ടുപോടാ. നീ പോയി അങ്ങോട്ട് നടക്ക് പോ. അവിടെ നിന്നേ. ഞാൻ ആരാധന നിങ്ങളോട് പറഞ്ഞത്? SI തങ്കപ്പന്നല്ലേ? എടാ ഈടിയും കേടിയൊക്കെ നിന്റെ ഒക്കെ ഇൻഷലാണെങ്കിലേ എടാ SI എന്നുള്ളത് എന്റെ ഇൻഷലാടാ. ഇൻഷല് നമ്മളെ പറ്റിച്ചല്ലോ. ആര്? അവൻ നമ്മളെ അല്ല പറ്റിച്ചേ, നമ്മൾ അവനെയാ പറ്റിച്ചേ. പാച്ചല്ലേ സമയം ശരിയാക്കാൻ പറ്റി അവൻ കാരണം. ബാബു കാറും ഇല്ല, ലോറിയും ഇല്ല, ബസ്സും ഇല്ല. ഇതെന്തൊരു സ്ഥലം? അത് ഇങ്ങനെ ഉണ്ടാവുമോ സ്ഥലം? പൊട്ടനാ അനക്ക് പൊട്ടന്മാറ ഭയങ്കര ഇഷ്ടം. എന്തൊരു പൊട്ടനായത്. 10 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ 2 രൂപ തരും. 10 തരും. എന്തെന്ന് എനിക്ക് ഇവനോട് എന്തെന്നാ ഞാൻ ചോദിക്കണ്ട. എനിക്ക് പൊട്ടന്മാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. 2 രൂപ തരും, 10 തരും. എന്തൊരു പൊട്ടനായത്. അയ്യോ എന്തെന്നാ ഞാനിവനോട് ചോദിക്കാം. ഇന്റെ പേരെന്നാ? പേര് 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 അതന്നെ. എന്നാടേ എന്തൊരു പൊട്ടനായത്. 2 രൂപ തരൂ, 10 തരൂ. ഇനി എന്തെന്നാ ഞാനിവനോട് ചോദിക്കണ്ടേ. ഇന്റെ അച്ഛന്റെ പേരുന്ന അച്ഛൻ അച്ഛൻ അതന്നെ ഓടക്കോയല്ലോ. മുരളി എന്തൊരു പൊട്ടനായത്. 2 രൂപ തരൂ, 10 തരൂ. ഇനി ഞാനിവനോട് ചോദിക്കുക. ഇന്റെ സ്ഥലം 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 പ്ലേസ് കണ്ണൂരോ? അങ്ങ് ദൂരോട്ടൊന്ന് ദൂരം. 2 രൂപ തരൂ, 10 തരൂ. ഇനി എന്താ ഞാനിവനോട് ചോദിക്ക. കല്യാണം കഴിച്ചോ? കല്യാണം ഭാര്യന്റെ പേരെന്നാ? ഭാര്യന്റെ പേര് അതന്നെ. ആമയോ? മീൻ കണ്ണി മീനാക്ഷി. എന്തൊരു പൊട്ടനായത്. 2 രൂപ തരും, 10 തരും. ഇങ്ങനെ ഉണ്ടാവോ പൊട്ടന്മാർ? എന്തൊരു നല്ല ഡീസന്റ് ആയിട്ടാ പറയുന്നത്. നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിന്. 10 രൂപ ഉണ്ട്. 10 രൂപ 2 രൂപ ആക്കണ്ട. 5 രൂപ നീ എടുത്തോ. 5 നിനക്ക്. 6 ചില്ലറാക്കിട്ട് 5 കൊണ്ടാ. അതായത് 5 ഞാൻ എടുത്തിട്ട് 5 ഇപ്പം വരാം. അങ്ങനെ ആയിരിക്കണം പൊട്ടന്മാരെന്ന് പറഞ്ഞാൽ. ഇനി പാടെ പോയിട്ട് ഓനെന്ന് പറയാ. ചിലപ്പോ ഓന്റെ ഐഡിയ എങ്ങനെ അതിലെടുക്കോണെന്ന് പറഞ്ഞാ 10 രൂപ